A+Rooമിലേക്ക് സ്വാഗതം. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സ്വന്തം നിലയിൽ നികത്തിയ വ്യക്തികളെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നിയമവിരുദ്ധമായി ഇത്തരം നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയത് വഴി റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയ നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നികത്തിയ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് വേണ്ടിയാണ് ആ നോട്ടീസുകൾ നൽകിയിരുന്നത്. അങ്ങനെ നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എങ്കിൽ സർക്കാർ ആ സ്ഥലങ്ങളെ, അതായത് വയലുകളെയും തണ്ണീർത്തടങ്ങളെയും സർക്കാർ ചെലവിൽ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ആ ചിലവ് പിന്നീട് ഇത്തരത്തിൽ വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയ വ്യക്തികളിൽ നിന്നും റവന്യൂ റിക്കവറി വഴി ഈടാക്കുമെന്നുമുള്ള വിവരം നേരത്തെ തന്നെ ഈ ചാനലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എപ്പിസോഡുകൾ അവതരിപ്പിച്ചിരുന്നു. പല ആളുകൾക്കും നോട്ടീസ് ലഭിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളൊന്നും തന്നെ ഈ റവന്യൂ വകുപ്പ് സ്വീകരിക്കാതിരുന്നു. ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കാത്ത ആളുകൾ അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നടപടികൾ ഉണ്ടാവില്ല എന്നും കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയുള്ള തുക റവന്യൂ വകുപ്പിൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർമാർ പ്രത്യേക താൽപ്പര്യം എടുക്കാതിരുന്നതും. എന്നാൽ ഏറ്റവും ഒടുവിലായി ലഭിച്ച റിപ്പോർട്ട് പ്രകാരം റിവോൾവിംഗ് ഫണ്ടിലേക്ക് കളക്ടർമാർക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഫണ്ടാണ് റിവോൾവിംഗ് ഫണ്ട്. ആ ഫണ്ടിലേക്ക് 1.5 കോടി രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ റിവോൾവിംഗ് ഫണ്ട്. ഇത്തരത്തിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സ്വന്തം നിലയിൽ നികത്തിയ ആളുകളിൽ നിന്നും പിഴ ഈടാക്കി ഒടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ഈ റിവോൾവിംഗ് ഫണ്ട്. ആ ഫണ്ടിലേക്കാണ് സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. വയലുകൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നികത്തിയതായി പരാതി വന്നാൽ വില്ലേജ് ഓഫീസറാണ് അത് പരിശോധിച്ച് ഒരു സ്റ്റോപ്പ് മെമ്മോ ആദ്യം നൽകാറുള്ളത്. പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുക. സ്റ്റോപ്പ് മെമ്മോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഭൂമി അധികമായി നികത്തരുത്, നികത്തിക്കൊണ്ടിരിക്കുന്ന നടപടി നിർത്തിവെക്കണം എന്നുള്ളതാണ് സ്റ്റോപ്പ് മെമ്മോയുടെ ഉദ്ദേശം. ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി ഭൂമിയുടെ ഉടമസ്ഥന് പിന്നീട് നോട്ടീസ് അയക്കുകയും ചെയ്യും. ഇതിന് തയ്യാറാകാത്ത ആളുകൾക്കാണ് റവന്യൂ വകുപ്പ് സ്വന്തം ചെലവിൽ ഇത് പൂർവ്വസ്ഥിതിയിലാക്കുകയും ശേഷം കക്ഷികളിൽ നിന്ന് നേരിട്ട് ഈ തുക ഈടാക്കുകയോ RR മുഖേന അല്ലെങ്കിൽ റവന്യൂ റിക്കവറി മുഖേന ഈടാക്കുകയും ചെയ്യുന്നത്. ഇത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 13ാം വകുപ്പ് പറയുന്നുണ്ട് താനും. ഇതിന് പ്രത്യേക ഫണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുവരെ തുടർ നടപടി സ്വീകരിക്കാതെ പോയത്. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ തയ്യാറാക്കിയ ഈ റിവോൾവിംഗ് ഫണ്ടിലേക്ക് വേണ്ടിയുള്ള ശുപാർശയാണ് ഈ വർഷത്തെ ബജറ്റിൽ നേരത്തെ തന്നെ അംഗീകാരം കൊടുത്തതും ഇപ്പോൾ ഈ തുക അനുവദിച്ചതും. ഇങ്ങനെ നീക്കം ചെയ്യുന്ന മണ്ണും കല്ലും കളിമണ്ണുമൊക്കെ ലേലം ചെയ്യാനും അത് ഇഷ്ടിക, ടൈൽ തുടങ്ങിയവ നിർമ്മിക്കാൻ നൽകാനും കളക്ടർമാർക്ക് ഈ വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. റിവോൾവിംഗ് ഫണ്ടിൽ നിന്നും തുക ചെലവിട്ട ശേഷം ഇങ്ങനെയോ അല്ലെങ്കിൽ RR മുഖേനയോ ചെലവഴിച്ച തുക തിരിച്ചു പിടിക്കാനുള്ള നീക്കം ഇനി ഉടനെ ആരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് നെൽവയലും തണ്ണീർത്തടങ്ങളും സ്വന്തം നിലയിൽ നികത്തിയ ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലാക്കിയ ശേഷം നിങ്ങളിൽ നിന്നും ഈ തുക സർക്കാർ തിരിച്ചു പിടിക്കും. സർക്കാർ ചെലവിനത്തിൽ കണക്കാക്കുന്ന തുക ഒരുപക്ഷെ നിങ്ങൾ സ്വന്തം ചെലവിൽ പൂർവ്വസ്ഥിതിയിലാക്കിയാൽ മുടക്കേണ്ടി വരുന്ന തുകയേക്കാളും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ചെലവും ഉദ്യോഗസ്ഥരുടെ ഇതിനു വേണ്ടി നൽകുന്ന നേതൃത്വത്തിൻ്റെ ഭാഗമായുള്ള ചെലവും അഡീഷണൽ എക്സ്പെൻഡിച്ചറും ഒക്കെ കൂടെ ചേർത്ത് നിങ്ങൾ സ്വന്തം നിലയിൽ നികത്തിയാൽ
നൽകേണ്ടി വരുന്ന തുകയേക്കാളും നിശ്ചയമായും കൂടുതലായിരിക്കും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി പുതിയ വാർത്തകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തും. നന്ദി.